ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിനായി മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വലിയ ശുശ്രൂഷ ബെൻഡിറ്റ് പ്രയർ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. മാതാപിതാക്കളെ, നമ്മൾ പ്രഭാതത്തിലും രാത്രിയിലും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം കൊണ്ട് മക്കളെ അഭിഷേകം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്ന് ഈ രാത്രിയിൽ മക്കളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപാവരം നമ്മുടെ മക്കളിലേക്ക് നിറയട്ടെ. മക്കളുടെ എല്ലാ പ്രവർത്തന മേഖലകൾ, അവരുടെ എല്ലാ പഠന മേഖല അനുഗ്രഹമായി തീരട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അടിയുറച്ച് നിൽക്കുവാനും. ഇന്ന് മക്കൾക്ക് പലപ്പോഴും ജീവിത പ്രതിസന്ധിയിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയില്ല. ചെറിയൊരു വിഷമം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, പഠനത്തിൽ മാർക്ക് കുറയുമ്പോൾ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ചില മേഖലകളോ ചില കുറവുകൾ വരുമ്പോൾ തന്നെ വീട് വിട്ട് ഒളിച്ചോടി പോകുന്ന കുഞ്ഞുങ്ങൾ, നാട് വിട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നവർ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നില്ല, ദൂരെ പഠിക്കുവാൻ വേണ്ടി പോയിരിക്കുന്നവരാകട്ടെ വീട്ടിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കള്ളം പറയുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ മറച്ചു വയ്ക്കുന്ന അങ്ങനത്തെ സ്വഭാവമുള്ള മക്കളെയും അവരുടെ സ്വഭാവ വൈകല്യങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. 16-ാം സങ്കീർത്തനം 8-ാം വചനം, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവ് കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും പരാജയത്തിലും ഒന്ന് വീണു പോയാൽ അവിടെ ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ. അവിടെ കള്ളത്തരങ്ങളിലേക്കോ വഞ്ചനയിലേക്കോ തെറ്റായ മാർഗത്തിലോ പോകാതെ കൂടുതൽ പഠിക്കുവാൻ. ഒരു വിഷയത്തിന് ഒന്ന് മാർക്ക് കുറഞ്ഞു, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സപ്ലി കിട്ടി, പക്ഷേ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. അതൊന്ന് മക്കളൊന്ന് വിനിയോഗിക്കുവാൻ. ഒരു പരാജയത്തിൽ വീണു പോകാതെ ജോലിക്ക് ഇൻ്റർവ്യൂ ഒന്നിലധികം ഇൻ്റർവ്യൂവിന് പോയി ആഗ്രഹിച്ചതുപോലെ ജോലി കിട്ടുന്നില്ല, കുറച്ച് ശമ്പളം കുറഞ്ഞൊരു ജോലിയാണ്, നിരാശപ്പെടാതെ ഞാനിവിടെ എളിമപ്പെടുമ്പോൾ, ഈ മേഖലയിൽ ഞാൻ ദൈവസന്നിധിയിൽ എളിമപ്പെടുമ്പോൾ എനിക്ക് വലിയ കൃപ നാളെ ലഭിക്കും. ആ ഒരു ബോധ്യമൊക്കെ ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ മക്കൾ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരട്ടെ. ആമേൻ. സങ്കീർത്തനം 16:8, അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് വലതുഭാഗത്ത് നിലകൊള്ളുകയും ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ, സങ്കീർത്തനം 16:8 പറഞ്ഞിരിക്കുന്നത് പോലെ അവിടുന്ന് വലതുഭാഗത്ത് നിൽക്കുന്നതിനാൽ ഞങ്ങളുടെ മക്കൾ കുലുങ്ങാതെ, അവരുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാതെ, നിരാശയിൽ വീണുപോകാതെ, ജീവിത തകർച്ച ഉണ്ടാകാതെ അങ്ങയിൽ ആശ്രയിച്ച് കൃപാവരത്തിൽ മുമ്പോട്ട് പോകട്ടെ. ദൈവം എൻ്റെ വലതുഭാഗത്തുണ്ടെന്ന അവബോധത്താൽ ഞങ്ങളുടെ മക്കൾ ജീവിതകാലം മുഴുവനും ആത്മധൈര്യത്തോടെ ജീവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.